അതിനിടയിൽ ചെങ്ങന്നൂരിൽ കളി കാര്യമായി. അംഗം മുറുകുകയാണ്. LDFകാർ കരുതിയതുപോലെ ഡി വിജയകുമാറിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രമല്ല UDFകാർ മത്സരിക്കുന്നത്. അതല്ല അവരുടെ പ്രധാന പരിപാടി. അവരുടെ കണ്ണ് അപ്പുറത്തെ വിജയന്റെ കസേരയിലാണ്. ചെങ്ങന്നൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകാം, കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും പിണറായി വിജയനുള്ള കാര്യത്തിൽ. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നമുക്ക് നിൽക്കണം. ഇനി നിന്നു എന്ന് തന്നെ കരുതാം. എന്നാലും LDF കുലുങ്ങില്ല, കുലുങ്ങേണ്ട കാര്യവുമില്ല. ജയിക്കാനുള്ള പണിയൊക്കെ സജി ചെറിയാൻ എടുക്കുന്നുണ്ട്. സഖാവ് സജി ചെറിയാൻ VSന്റെ കയ്യും കാലും പിടിച്ചു. ഇനി തോൽക്കില്ല, ഉറപ്പാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ സ്ഥാനാർത്ഥി എന്ന എനിക്കും അനുകൂലമായ ഒരു സാഹചര്യമാണ് പൂർണ്ണമായി ഇപ്പോൾ ചെങ്ങന്നൂരുള്ളത്. 100% വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ഇനിയിപ്പോൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതിലും ആശങ്കയുടെ കാര്യമില്ല. NDAയിൽ നിന്നൊരു പാർട്ടി കുടവുമായി പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ആ ഡീലൊക്കെ എന്തായോ എന്തോ. BDJSുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തിയാൽ എനിക്കറിയില്ല. BDJS ഇങ്ങോട്ട് വന്നൊരു ചർച്ച നടത്തിയായിട്ടും എനിക്കറിയില്ല. ഒരു കാര്യം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയാം, എനിക്ക് അങ്ങനെയുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ സന്നദ്ധമായി വന്നാൽ സ്ഥാനാർത്ഥി എന്ന് ഞാൻ സ്വീകരിക്കും. രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് ഇടതുപക്ഷ മുന്നണി നേതൃത്വമാണ്. ആ തീരുമാനങ്ങൾ അവർ കൈക്കൊള്ളുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഞാനൊരു അഭിപ്രായം പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളല്ല. വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ കാരണങ്ങളാൽ മാത്രമാണെങ്കിലല്ലേ രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടതുള്ളൂ. ആ കാരണം കൊണ്ടല്ലെങ്കിലോ? കാരണം ഏതായാലും പിന്നീട് കണ്ടുപിടിച്ചാൽ പോരെ. പണ്ട് മാണിസാറ് പറഞ്ഞതുപോലെ തീരുമാനങ്ങൾ ആദ്യം എടുക്കുകയും അതിനു പറ്റിയ കാരണങ്ങൾ പിന്നീട് കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നതല്ലേ ശരിയായ രാഷ്ട്രീയ രീതി. ആട്ടെ, മാണിസാറിന്റെ പിന്തുണ തേടുന്ന കാര്യം എന്തായി? ഇല്ല, ഞങ്ങൾ പിന്തുണ നേടുന്ന കാര്യത്തിൽ അങ്ങനെ അഭിപ്രായമില്ല. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് കേരള കോൺഗ്രസിന്റെ ആരെങ്കിലും ഒരാൾ വോട്ട് ചെയ്യാൻ വന്നാൽ അത് സ്വീകരിക്കാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് വോട്ട് ചെയ്യാൻ അവർ മുന്നോട്ട് വന്നാൽ അവർ വോട്ട് ചെയ്യുമെങ്കിൽ ഞാനത് സ്വീകരിക്കും. അത് തള്ളിപ്പറയേണ്ട ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ചില്ല. അതും രാഷ്ട്രീയ നേതൃത്വം എടുക്കേണ്ട രാഷ്ട്രീയ തീരുമാനമുണ്ട്. അതെന്തായാലും ആ നിലയിൽ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ 2 ലക്ഷത്തോളം വോട്ടർമാരിൽ ആരും എനിക്ക് അന്യരല്ല. അവരാരും എനിക്ക് വോട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നാലും ഞാൻ മനസ്സോടുകൂടി 2 കൈ നീട്ടി അത് സ്വീകരിക്കുമെന്നുള്ളതാണ് അത് സംബന്ധിക്കുന്നത്. മാണിസാറിന്റെ പിന്തുണ തേടാനായി CPM ആദ്യം CPIയുടെ പിന്തുണ തേടി. 2 പാർട്ടികളുടെയും ദേശീയ നേതൃത്വങ്ങൾ തമ്മിൽ സംസാരിച്ചു. എന്നിട്ട് 2 പാർട്ടികളുടെയും ദേശീയ നേതൃത്വങ്ങൾ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് അപ്പീൽ കൊടുത്തു. CPI ആണെങ്കിലും CPM ആണെങ്കിലും ഇപ്പോൾ കേരള ഘടകമാണല്ലോ ദേശീയ നേതൃത്വത്തെ നയിക്കുന്നത്. 2 പാർട്ടികളുടെയും ദേശീയ നേതൃത്വങ്ങൾ തീരുമാനിച്ചത് കേരളത്തിൽ തീരുമാനിച്ച് പിന്തുണ തേടുകയോ തേടാതിരിക്കുകയോ ചെയ്യാം എന്നാണ്. അത്രയുമായപ്പോഴേക്ക് കാനം സഖാവ് കയറി ഉടക്കി. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മാണിയില്ലാതെ ഞങ്ങൾ അവിടെ ജയിച്ചതാണ്. അതിൽ നിന്നൊരു മോശപ്പെട്ട അന്തരീക്ഷം ഈ 2 വർഷക്കാലത്തെ ഭരണം കൊണ്ട് LDF ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഏതായാലും മാണിസാറിന്റെ പരിപാടി അറിഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ യുവസിംഹങ്ങൾ ഒരു പ്രമേയം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് കിട്ടിയാൽ കാര്യം എളുപ്പമാകും. അത് പറയാം, ഞങ്ങളിപ്പോ പറയാം. ഇപ്പൊ പ്രമേയം ഇവിടെ പറഞ്ഞാൽ പൊളിഞ്ഞു പോകല്ലേ? ഇപ്പൊ പറയല. കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി, അതായത് 3 MP-മാർ പാർലമെന്റ് സീറ്റ് ഉണ്ടായിരുന്നു. മൂന്നപുരം, ഇടുക്കി, മൂവാറ്റുപുഴ 3 പാർലമെന്റിൽ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് സ്വന്തമായിരുന്നു. 25 അസംബ്ലി സീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രതാപത്തിലേക്ക് പാർട്ടി തിരിച്ചു വരണം. തിരിച്ചു വരുന്നതിന് വേണ്ടി ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ചാരി നിന്നുകൊണ്ടുള്ള ഈ പരിപാടി ഇത് ശരിയല്ല എന്ന് തന്നെയാണ്. ആരെയും ചാരി നിൽക്കാതെ സ്റ്റേ ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയുള്ള. ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷകരം ചോദിച്ചാല്, ബഹുമാനപ്പെട്ട മാണിസാറിനെ സംബന്ധിച്ച് മാണിസാറിനെതിരെ ആരോപണം കൊണ്ടുവന്നവരും പറഞ്ഞു, അന്ന് ഒരു ബാർ മുതലാളിയും
പിന്നെ അടൂർ പ്രകാശും ബിജു രമേശും അടൂർ പ്രകാശും ചേർന്ന് കഥ മെനഞ്ഞു. ആ കഥ മെനഞ്ഞ് രമേശ് ചെന്നിത്തലയെ എത്തിച്ചപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടാവാം ഏതായാലും കേസ് അപ്പോഴേ ചാടിയെടുത്തു. ആ തെറ്റിദ്ധരിക്കപ്പെട്ട് കേസെടുത്തു കഴിഞ്ഞ് മറ്റു കോൺഗ്രസ് മന്ത്രിമാർക്കാരെ എടുത്തുമില്ല. ഏതായാലും ഇന്ന് ആ UDF അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും കെ മാണി സാറിനെ തിരിച്ചു അല്ലെങ്കിൽ വരണമെന്ന് വിളിക്കുന്നത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന്റെ പ്രസക്തി വർദ്ധിച്ചതുകൊണ്ട് മാത്രമല്ല, പറയട്ടെ, മാണി സാറിന്റെ നിരപരാധിത്വം അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്. ഇത് കേട്ടപടി പ്രതിഷേധമായിട്ടിറങ്ങി സമരമായിട്ടിറങ്ങി ബഹളം വെച്ചു. പക്ഷെ അവരും ഇന്ന് മാണി സാർ വരണം എന്നാഗ്രഹിക്കുന്നു. BJP എത്രയോ സമരം നടത്തി മാണി സാറിന്റെ വീട്ടിലേക്ക്. LDFും BJPയും ഒക്കെ അവിടെ നിൽക്കട്ടെ, അടൂർ പ്രകാശും രമേശ് ചെന്നിത്തലയുമാണ് മാണിസാറിനെ പിന്നിൽ നിന്ന് കുത്തിയത് എന്നുറപ്പായല്ലോ. അത് മതി. ആരും കുത്തിയെന്നല്ല പറഞ്ഞ്, എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു, ബിജു രമേശും അടൂർ പ്രകാശും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിൽ എല്ലാവരും വീണുപോയി. അതിലിപ്പോ എല്ലാവരും പശ്ചാത്തപിക്കുന്നു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പശ്ചാത്തപിക്കുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആഹാ, ചെന്നിത്തല തെറ്റിദ്ധരിക്കപ്പെട്ടതേ ഉള്ളൂ എന്നോ? അപ്പോ കഥ ഉണ്ടാക്കിയതാരാ? അടൂർ പ്രകാശും ബിജു രമേശുവാ. അടൂർ പ്രകാശിന്റെ ബിജു രമേശും. അതെന്താ അടൂർ പ്രകാശിന് മാണിസാറിനോട് അത്രയും വലിയ വിരോധം? അത് പുള്ളി റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ എന്തോ പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ട് മാണിസാറുമായിട്ട് അഭിപ്രായ വ്യത്യാസം തർക്കം ഉണ്ടായിരുന്നു. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാണിസാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ അതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ അന്വേഷണ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവരാണ് ഇത് ചെയ്തത്. പക്ഷെ ഇത് കുറെ ആളുകൾ ഏറ്റുപിടിച്ചു, തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇപ്പൊ ഇടതുപക്ഷത്തിനും അതിനകത്ത് പശ്ചാത്താപമുണ്ട്. BJP ആണെങ്കിൽ ദിവസവും മാണിസാറിന്റെ വീട്ടിലേക്ക് മാറിച്ചാൽ അവർക്ക് പശ്ചാത്താപമുണ്ട്. അതുകൊണ്ട് കേരള യൂത്ത് ഫണ്ട് പറയാനുള്ളത്, ഇനി ആരുടെയും കൂടെ നിൽക്കാതെ അല്ലെങ്കിൽ ആരെയും ആശ്രയിച്ച് പോകരുതെന്നാണ് ഞങ്ങൾ. ആരെയും പുറകെ പോരുന്നതാണ് കേരള യൂത്ത് ഫണ്ട് അഭിപ്രായം. അവിടെ അടൂർ പ്രകാശ് ഉള്ളത് കൊണ്ടാണോ UDFിലേക്ക് പോകണ്ട എന്ന് പറയുന്നത്? അടൂർ പ്രകാശ് അല്ലല്ലോ UDF. അടൂർ പ്രകാശിലെ UDFിലേക്ക് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അടൂർ പ്രകാശ് മാത്രമാണ് UDF. ഏതായാലും ചെന്നിത്തലയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ UDFിലേക്ക് തന്നെ ആയിരിക്കും. അല്ല, രമേശ് ചെന്നിത്തല വിശുദ്ധനാക്കിയിട്ടില്ലല്ലോ. രമേശ് ചെന്നിത്തല അതിനകത്ത് തെറ്റ് ചെയ്തെന്ന് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കും അപാകത ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തട്ടെ, അതേ ഉള്ളൂ. ചെന്നിത്തല തിരുത്തിയാൽ മാണി കോൺഗ്രസ് ഐക്യമുന്നണിയിൽ ഉണ്ടാകും അല്ലേ? അത് മുന്നണി ഉണ്ടാവും ഞങ്ങൾ പറയാം. അതൊക്കെ നിങ്ങൾ നോക്കിക്കോ. അത് മാനസാറ് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണെന്ന് എല്ലാവരും പറഞ്ഞു. BJPക്കാരും പറഞ്ഞു, നമ്മുടെ ജയരാജൻ പറഞ്ഞു, എല്ലാവരും മാനസാറിനെക്കാളും പ്രധാനപ്പെട്ട ഒരു നേതാവ് കേരളത്തിൽ നിന്ന് സമ്മതിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പം ആരുടെ നേതൃത്വത്തിലാണ് മുന്നണി ഉണ്ടാവേണ്ടത്? അത് ശരി. അപ്പോ അതാണ് കളി. UDF പഴയതുപോലെ UDF ആകണമെങ്കിൽ മുന്നണിയുടെ തലപ്പത്ത് മാണിസാറ് വരണം. സത്യത്തിൽ അതും പോരാ എന്നാണ് പൊളിമിക്സിന്റെ അഭിപ്രായം. അടുത്ത തവണ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി മാണിസാറ് തന്നെ ആയിരിക്കണം. അതുകൂടി ഉറപ്പിച്ച ശേഷമേ തിരിച്ചു ചെല്ലാവൂ.